ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ് ആണ്. ഇപ്പം നമ്മൾ രണ്ട് പേര് സംസാരിക്കുന്ന ആ ഒരു രീതിയിലാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഇപ്പം നമ്മൾ ഒരാളോട് ഇങ്ങനെ നീ എവിടെ പോവാണെന്ന് ചോദിക്കാറുണ്ടല്ലോ. വേർ ആർ യു ഗോയിങ് എന്ന് നമ്മൾ ചോദിക്കാറുണ്ട് അല്ലെ, എപ്പോഴും പറയുന്നതാണ് വേർ ആർ യു ഗോയിങ്. അതിനൊരു ആൻസർ ആയിട്ട് നമുക്ക് എന്തെല്ലാം പറയാം? സ്കൂളിലേക്ക്, ഓഫീസിലേക്ക്, ഹോസ്പിറ്റലിലേക്ക്, അതുപോലെ പാർക്കിലേക്ക്, ബീച്ചിലേക്ക്, ഇങ്ങനെ പലതരത്തിൽ നമ്മൾ പറയാറുണ്ട് അല്ലെ. അപ്പോൾ ഈ ഹോസ്പിറ്റലിലേക്ക് എന്നൊക്കെ പറയുന്ന സമയത്ത് ടു ദ ഹോസ്പിറ്റൽ എന്ന് പറയാറുണ്ട്, ടു ഹോസ്പിറ്റൽ എന്ന് പറയാറുണ്ട് അല്ലെ. അതുപോലെ ഓഫീസിലേക്ക് എന്ന് പറയുമ്പോഴൊക്കെ ചില മാറ്റങ്ങൾ നമ്മൾ കാണാറുണ്ട്. അപ്പൊ അത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ വരുത്തുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നീ എങ്ങോട്ട് പോവാണെന്ന് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരാൾ നമ്മോട് ചോദിക്കുകയാണ്. ഇപ്പം നമ്മുടെ ഹസ്ബൻഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫാദർ, മദർ, അല്ലെങ്കിൽ നമ്മുടെ മക്കൾ, ഇങ്ങനെ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ എങ്ങോട്ട് പോവാണ്, ഇത് നമ്മളെപ്പോഴും പറയാറുള്ളതാണ് വേർ ആർ യു ഗോയിങ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമുക്കതിന് പറയാം ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവാണ്, അല്ലെങ്കിൽ ഞാൻ ഓഫീസിലേക്ക് പോവാണ്, അല്ലെങ്കിൽ ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് പോവാണ്, ഇങ്ങനെ നമ്മൾ പറയാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ഐ എം ഗോയിങ് ടു ദ ഹോസ്പിറ്റൽ എന്നും പറയുന്നുണ്ട്, ഐ എം ഗോയിങ് ടു ഹോസ്പിറ്റൽ എന്നും പറയാറുണ്ട് അല്ലെ. അപ്പം ഐ എം ഗോയിങ് ടു ദ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോവാണെന്ന് പറയുമ്പം അത് നമ്മൾ ചികിത്സക്കായിട്ടല്ല, ഒരു സ്ഥലത്തെ ബേസ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഐ എം ഗോയിങ് ടു ദ ഹോസ്പിറ്റൽ എന്ന് പറയാം. ഇനി നമ്മൾ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് ചികിത്സക്കായിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ എന്താണ്, ഈ ഒരു ഹോസ്പിറ്റലിനെ ഫോക്കസ് ചെയ്തിട്ടല്ല നമ്മൾ പോകുന്നത് അല്ലേ. നമ്മളൊരു കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? അവിടെ നമുക്ക് ഐ എം ഗോയിങ് ടു ഹോസ്പിറ്റൽ എന്ന് മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. അപ്പൊ ഇതാണ് വ്യത്യാസം. രണ്ടും നമ്മൾ രണ്ട് രീതിയിലും പറയാറുണ്ട്, രണ്ടും തെറ്റല്ല. ഇനി നമ്മളിപ്പോൾ ഒരു ബസ് സ്റ്റോപ്പിലേക്ക് പോവുകയാണെന്ന് പറയുകയാണെങ്കിൽ ഐ എം ഗോയിങ് ടു ദ ബസ് സ്റ്റോപ്പ് എന്ന് തന്നെ പറയണം. കാരണം ആ ഒരു ബസ് സ്റ്റോപ്പിനെ ഫോക്കസ് ചെയ്ത് നമ്മൾ പോവുകയാണ്. ഐ എം ഗോയിങ് ടു ദ ബസ് സ്റ്റോപ്പ്, ഐ എം ഗോയിങ് ടു ദ ഓഫീസ്, ഐ എം ഗോയിങ് ടു സ്കൂൾ. ഇവിടെ നമ്മൾ സ്കൂൾ എന്ന് പറയുമ്പോൾ ഐ എം ഗോയിങ് ടു സ്കൂൾ എന്ന് പറയാം കേട്ടോ. അപ്പൊ ഇത് ക്ലിയർ ആയല്ലോ. ഈ കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ സ്കൂള്, ചർച്ച്, ബെഡ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ടു ബെഡ്, അതുപോലെ ടു ചർച്ച്, ടു സ്കൂൾ ഇങ്ങനെ പറയണം. ക്ലിയർ ആണല്ലോ. നീ ആരുടെ കൂടെയാണ് പോകുന്നത്? ഇങ്ങനെ ചോദിക്കാറുണ്ടല്ലോ. നീ ആരുടെ കൂടെയാണ് പോകുന്നത്? ഹു ആർ യു ഗോയിങ് വിത്ത്? ഹു ആർ യു ഗോയിങ് വിത്ത്? ഞാൻ എൻ്റെ സഹോദരന്റെ കൂടെയാണ്, ഞാൻ എൻ്റെ സഹോദരന്റെ കൂടെയാണ്. ഐ എം ഗോയിങ് വിത്ത് മൈ ബ്രദർ, ഐ എം ഗോയിങ് വിത്ത് മൈ മദർ, ഐ എം ഗോയിങ് വിത്ത് മൈ ഫാദർ, അല്ലെങ്കിൽ സിസ്റ്റർ, അല്ലെങ്കിൽ ഫ്രണ്ട്, ഇങ്ങനെയൊക്കെ പറയാട്ടോ. ഐ എം ഗോയിങ്, ഞാൻ പോവുകയാണ്, വിത്ത് മൈ ബ്രദർ, എൻ്റെ സഹോദരന്റെ കൂടെ. ഓക്കെ. അവൻ ബസ് സ്റ്റോപ്പിൽ ഉണ്ടാകുമോ? അവൻ ബസ് സ്റ്റോപ്പിൽ ഉണ്ടാകുമോ? വിൽ ഹി ബി അറ്റ് ദ ബസ് സ്റ്റോപ്പ്? വിൽ ഹി ബി അറ്റ് ദ ബസ് സ്റ്റോപ്പ്? അവൻ ബസ് സ്റ്റോപ്പിൽ ഉണ്ടാകുമോ? അവൻ ഇങ്ങോട്ട് വരും, അവൻ ഇങ്ങോട്ട് വരും. ഹി വിൽ കം ഹിയർ, ഹി വിൽ കം ഹിയർ. നിങ്ങൾ ഒരുമിച്ചാണോ പോകുന്നത്? ആർ യു ഗോയിങ് ടുഗദർ? ആർ യു ഗോയിങ് ടുഗദർ? നിങ്ങൾ ഒരുമിച്ചാണോ പോകുന്നത്? ഞങ്ങൾ ഒരുമിച്ച് പോകും, ഞങ്ങൾ ഒരുമിച്ച് പോകും. വി വിൽ ഗോ ടുഗദർ, വി വിൽ ഗോ ടുഗദർ അല്ലെ. പോകും എന്നാണ്. സോ വി വിൽ ഗോ എന്നാണ് പറയേണ്ടത്. വി വിൽ ഗോ ടുഗദർ. നിങ്ങൾ ബസ്സിലാണോ പോകുന്നത്? നിങ്ങൾ ബസ്സിലാണോ പോകുന്നത്? ആർ യു ഗോയിങ് ബൈ ബസ്? ആർ യു ഗോയിങ് ബൈ ബസ്? അല്ല, ഞങ്ങൾ കാറിലാണ് പോകുന്നത്. അല്ല, ഞങ്ങൾ കാറിലാണ് പോകുന്നത്. നോ, വി ആർ ഗോയിങ് ബൈ കാർ. നോ, വി ആർ ഗോയിങ് ബൈ കാർ. ഈ ബസ് ആണെങ്കിൽ നോ, വി ആർ ഗോയിങ് ബൈ ബസ്. ബൈക്ക് ആണെങ്കിൽ ബൈക്ക് എന്ന് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. നോ, വി ആർ ഗോയിങ് ബൈ കാർ. ഓക്കെ. എന്നിട്ട് കാർ എവിടെ? എന്നിട്ട് കാർ എവിടെ? ഇത് നമ്മൾ സംസാരത്തിനിടയിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്നിട്ട് എന്നുള്ളത് അല്ലെ. ദെൻ വേർ ഇസ് ദ കാർ? ദെൻ വേർ ഇസ് ദ കാർ? എന്നിട്ട് കാർ എവിടെ? കാർ ബസ് സ്റ്റോപ്പിൽ നിർത്തിയിട്ടിരിക്കുന്നുണ്ട്. കാറ് ബസ് സ്റ്റോപ്പിൽ നിർത്തിയിട്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കാറ് ബസ് സ്റ്റോപ്പിൽ നിർത്തിയിട്ടിരിക്കുകയാണ്. ദ കാർ ഈസ് പാർക്ക്ഡ് അറ്റ് ദ ബസ് സ്റ്റോപ്പ്. ദ കാർ ഈസ് പാർക്ക്ഡ് അറ്റ് ദ ബസ് സ്റ്റോപ്പ്. കാറ് ബസ് സ്റ്റോപ്പിൽ നിർത്തിയിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. നീ എപ്പോൾ തിരിച്ചു വരും? നീ എപ്പോൾ തിരിച്ചു വരും? എങ്ങനെ ചോദിക്കാം? വെൻ വിൽ യു കം ബാക്ക്? വെൻ വിൽ യു കം ബാക്ക്? നീ എപ്പോൾ തിരിച്ചു വരും? ഞാൻ വൈകുന്നേരം 4 മണിക്ക് തിരിച്ചു വരും.
ഞാൻ വൈകുന്നേരം 4 മണിക്ക് തിരിച്ചു വരും. ഐ വിൽ കം ബാക്ക് അറ്റ് 4 PM. ഐ വിൽ കം ബാക്ക് അറ്റ് 4 PM എന്ന് സിമ്പിൾ ആയിട്ട് പറയാം. ഇനി വേണമെങ്കിൽ വൈകുന്നേരം എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ നമ്മളോട് PM യൂസ് ചെയ്തിട്ടുണ്ട്, എന്നാലും ഇൻ ദ ഈവനിങ് എന്നും കൂടി ആഡ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ നമുക്ക് സിമ്പിൾ ആയിട്ട് ഐ വിൽ കം ബാക്ക് അറ്റ് 4 PM എന്ന് പറഞ്ഞാൽ മതി. ഞാൻ വൈകുന്നേരം 4 മണിക്ക് തിരിച്ചു വരും. അവൻ ഇങ്ങോട്ട് വരുമോ? അവൻ ഇങ്ങോട്ട് വരുമോ? വിൽ ഹി കം ഹിയർ? വിൽ ഹി കം ഹിയർ? അവൻ ഇങ്ങോട്ട് വരുമോ? അവൻ ഇങ്ങോട്ട് വരില്ല. എന്ത് സിമ്പിളായി പറയാൻ പറ്റും? അവൻ ഇങ്ങോട്ട് വരില്ല. ഹി വോണ്ട് കം ഹിയർ. വോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൽ നോട്ട് എന്നാണ്. ഹി വോണ്ട് കം ഹിയർ. അവൻ ഇങ്ങോട്ട് വരില്ല. ഈ സെന്റൻസുകളൊക്കെ നിങ്ങൾക്ക് വേറെ രീതിയിൽ സബ്ജക്റ്റും വെർബൊക്കെ മാറ്റിയിട്ട് പറയാട്ടോ. അവന് നാളെ ജോലിയുണ്ടോ? അവന് നാളെ ജോലിയുണ്ടോ എങ്ങനെ ചോദിക്കുക? അവനാണ് സബ്ജക്റ്റ്. ഡസ് ഹി ഹാവ് വർക്ക് ടുമോറോ? ഡസ് ഹി ഹാവ് വർക്ക് ടുമോറോ? അവന് നാളെ ജോലിയുണ്ടോ? അതെ, അവന് നാളെ ജോലിയുണ്ട്. അപ്പൊ ഇവിടെ സെന്റൻസ് നോക്കണം. അതെ, അവന് നാളെ ജോലിയുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയേണ്ടത്? ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഡസ് ഹി ഹാവ് എന്ന് പറഞ്ഞു. എന്നാൽ ഉണ്ട് എന്ന് പറയുമ്പം ഹി ഹാസ് വർക്ക് ടുമോറോ അല്ലെ? ഹി ഹാസ് ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. കാരണം സബ്ജക്റ്റ് സിംഗുലർ ആണ്, അതുകൊണ്ട് തന്നെ ഹാസ് നമ്മൾ യൂസ് ചെയ്തു. അതിനെ ക്വസ്റ്റ്യൻ ആക്കി മാറ്റുന്ന സമയത്ത് ഡസ് ഹി ഹാവ് എന്ന് പറയണം. ഓക്കെ, ഇതൊക്കെ ഓൾറെഡി നമ്മൾ പഠിച്ചതാണ് കേട്ടോ. നിങ്ങൾ എന്തിനാണ് പോകുന്നത് അല്ലെ? നിങ്ങൾ എന്തിനാണ് പോകുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് പോകുന്നത്? വൈ ആർ യു ഗോയിങ് ഫോർ? വൈ ആർ യു ഗോയിങ് ഫോർ? ഇവിടെ ഫോർ നമുക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, അല്ലെങ്കിൽ അത് എന്തിനു വേണ്ടി എന്നുള്ളത് കൊണ്ട് നമുക്ക് അവസാനം ഒരു ഫോർ നല്ലതാണ്. ഇനി ഇല്ലെങ്കിലും കുഴപ്പമില്ല. വൈ ആർ യു ഗോയിങ്? നിങ്ങൾ എന്തിനാ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് പോകുന്നത്? ഞങ്ങൾ ഡോക്ടറെ കാണാനും ഡ്രസ്സ് വാങ്ങാനും പോവുകയാണ്. ഞങ്ങൾ ഡോക്ടറെ കാണാനും ഡ്രസ്സ് വാങ്ങാനും പോവുകയാണ്. ഞങ്ങൾ ഡോക്ടറെ കാണാൻ എന്നുള്ളത് സി അല്ലെങ്കിൽ കൺസൾട്ട് എന്ന് പറയാം. വി ആർ ഗോയിങ് ടു കൺസൾട്ട് ദ ഡോക്ടർ. വി ആർ ഗോയിങ് ടു കൺസൾട്ട് ദ ഡോക്ടർ ഓർ സീ ദ ഡോക്ടർ ആൻഡ് ടു ബൈ ഡ്രസ്. ഓക്കെ, നിങ്ങൾ ഇപ്പോൾ പോവുകയാണോ? ആർ യു ഗോയിങ് നൗ? ആർ യു ഗോയിങ് നൗ? നിങ്ങൾ ഇപ്പോൾ പോവുകയാണോ? അതെ, ഞങ്ങൾ ഇപ്പോൾ പോവുകയാണ്. യെസ്, വി ആർ ഗോയിങ് നൗ. യെസ്, വി ആർ ഗോയിങ് നൗ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയട്ടെ, ഞങ്ങൾ ഇപ്പോൾ പുറപ്പെടുകയാണെന്നുള്ളതിന് ഗോയിങ്ങിന് പകരം ലിവിങ് യൂസ് ചെയ്ത് പറയാം. യെസ്, വി ആർ ലിവിങ് നൗ എന്നും പറയാട്ടോ. ഇവിടെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് ചിലപ്പോൾ അതായിരിക്കും. കാരണം നമ്മളിപ്പോൾ പുറപ്പെടുകയാണെന്ന് പറയുമ്പോൾ വി ആർ ലിവിങ് നൗ എന്ന് വേണമെങ്കിലും പറയാം. ഓക്കെ, നിങ്ങൾ അവിടേക്ക് എങ്ങനെ പോകും അല്ലേ? നമ്മൾ ചോദിക്കാറുണ്ട്, നിങ്ങൾ അങ്ങോട്ട് എങ്ങനെ പോകും? ഹൗ വിൽ യു ഗോ ദർ? ഹൗ വിൽ യു ഗോ ദർ? നിങ്ങൾ എങ്ങനെ ചെയ്യും, നിങ്ങൾ എങ്ങനെ പോകും, നിങ്ങൾ എങ്ങനെ പറയും എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഹൗ വിൽ ലെസ് വെർബ് V1 ആണ് യൂസ് ചെയ്യേണ്ടത്. ഹൗ വിൽ യു ഗോ ദർ? നിങ്ങൾ അവിടേക്ക് എങ്ങനെ പോകും? അപ്പൊ നമുക്ക് ബസ്സിൽ, കാറിൽ, ബൈക്കിൽ എന്നൊക്കെ പറയാം. വി വിൽ ഗോ ബൈ ബസ്, വി വിൽ ഗോ ബൈ കാർ, വി വിൽ ഗോ ബൈ ബൈക്ക്. ഇങ്ങനെ പലതും ആൻസർ ആയി പറയാട്ടോ. നിങ്ങൾ അവിടെ എപ്പോൾ എത്തും? എങ്ങനെ ചോദിക്കാം? നിങ്ങൾ അവിടെ എപ്പോൾ എത്തും? ഇതും വരാനുള്ള കാര്യമാണ്. എപ്പോൾ എന്ന് പറയാൻ വേണ്ടിയിട്ട് വെൻ. വെൻ വിൽ യു റീച്ച് ദർ? എന്താണ് വെൻ വിൽ യു റീച്ച് ദർ? നിങ്ങൾ അവിടെ എപ്പോൾ എത്തും? ഞങ്ങൾ 10 മണിയോടെ അവിടെ എത്തും. അതായത് ഞങ്ങൾ 10 മണി ആകുമ്പോഴേക്കും അവിടെ എത്തും എന്നുള്ളതാണ്. വി വിൽ റീച്ച് ദർ ബൈ 10 AM. AM PM ഏത് സമയമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് കൊടുക്കാം. അപ്പോൾ വി വിൽ റീച്ച് ദർ, ഞങ്ങൾ അവിടെ എത്തും ബൈ 10 AM അല്ലെങ്കിൽ 10 PM. രാവിലെ 10 മണിയോടെ അല്ലെങ്കിൽ വൈകുന്നേരം 10 മണിയോടെ ഞങ്ങൾ അവിടെ എത്തും. ഓക്കെ, നിങ്ങൾ ഇന്ന് തിരിച്ചു വരുമോ അല്ലേ? നമ്മൾ ചോദിക്കാറുണ്ട്, നിങ്ങൾ ഇന്ന് വരുമോ അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് തിരിച്ചു വരുമോ? ആർ യു കമ്മിങ് ബാക്ക് ടുഡേ? ആർ യു കമ്മിങ് ബാക്ക് ടുഡേ? നിങ്ങൾ ഇന്ന് തിരിച്ചു വരുമോ? അതെ, ഞങ്ങൾ ഇന്ന് രാത്രി തിരിച്ചു വരും എന്നിങ്ങനെ പറയാ. യെസ്, വി വിൽ കം ബാക്ക് ടുനൈറ്റ്. വി വിൽ കം ബാക്ക് ടുനൈറ്റ്. ടുനൈറ്റ് ഇന്ന് രാത്രി. അവിടെ ടുഡേ നൈറ്റ് അല്ല, ടുനൈറ്റ് ആണ്. വി വിൽ കം ബാക്ക് ടുനൈറ്റ്. അതെ, ഞങ്ങൾ ഇന്ന് തിരിച്ചു വരും. നീ നിന്റെ ബാഗ് എടുത്തോ? നിന്റെ ബാഗ് എടുത്തോ? ഡിഡ് യു ടേക്ക് യുവർ ബാഗ്? ഡിഡ് യു ടേക്ക് യുവർ ബാഗ്? ഞാൻ പേഴ്സ് എടുക്കാൻ മറന്നു. ഞാൻ പേഴ്സ് എടുക്കാൻ മറന്നു. ഐ ഫോർഗോട്ട് ടു ടേക്ക് മൈ വാലറ്റ്. I forgot to take my wallet. സ്റ്റോപ്പിനടുത്ത് തന്നെ കാത്തു നിൽക്കൂ.
ബസ് സ്റ്റോപ്പിനടുത്ത് എന്നെ കാത്തു നിൽക്കൂ. വെയിറ്റ് ഫോർ മീ നിയർ ദ ബസ് സ്റ്റോപ്പ്. വെയിറ്റ് ഫോർ മീ നിയർ ദ ബസ് സ്റ്റോപ്പ്. ബസ് പോകാറായി. ബസ് പോകാറായി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ദ ബസ് ഈസ് അബൌട്ട് ടു ലീവ്. ബസ് പുറപ്പെടാനായി അല്ലെങ്കിൽ പോകാറായി. ഓക്കെ, നീ അവിടെ എത്തിയാൽ എന്നെ വിളിക്കൂ. നീ അവിടെ എത്തിയാൽ എന്നെ വിളിക്കൂ. കോൾ മീ വെൻ യു റീച്ച് ദർ. കോൾ മീ വെൻ യു റീച്ച് ദർ. നീ അവിടെ എത്തിയാൽ എന്നെ വിളിക്കൂ. നിങ്ങൾ എത്തുമ്പോൾ എന്നെ വിളിക്കൂ. ഞാൻ പിന്നീട് മെസ്സേജ് അയക്കാം. ഞാൻ പിന്നീട് മെസ്സേജ് അയക്കാം. ഐ വിൽ ടെക്സ്റ്റ് യു ലേറ്റർ. ഐ വിൽ ടെക്സ്റ്റ് യു ലേറ്റർ. ഞാൻ പിന്നീട് മെസ്സേജ് അയക്കാം അല്ലെങ്കിൽ ഞാൻ പിന്നീട് മെസ്സേജ് അയക്കും എന്നൊക്കെ പറയാം. വാതിൽ പൂട്ടാൻ മറക്കരുത്. അല്ലേ, വാതിൽ പൂട്ടാൻ മറക്കരുത്. ഡോണ്ട് ഫോർഗെറ്റ് ടു ലോക്ക് ദ ഡോർ. ഡോണ്ട് ഫോർഗെറ്റ് ടു ലോക്ക് ദ ഡോർ. ഇന്ന് ഞങ്ങൾ വൈകാൻ സാധ്യതയുണ്ട്. ഉറപ്പില്ല, ഇന്ന് ഞങ്ങൾ വൈകാൻ സാധ്യതയുണ്ട്. സാധ്യതയുണ്ട് എങ്ങനെ പറയാ? വി മേ ബി ലേറ്റ് ടുഡേ. വി മേ ബി ലേറ്റ് ടുഡേ. ഇന്ന് ഞങ്ങൾ വൈകാൻ സാധ്യതയുണ്ട്. മേ ബി. ഓക്കെ, ഞാനിവിടെ കാത്തിരിക്കും. ഐ വിൽ വെയിറ്റ് ഹിയർ. ഐ വിൽ വെയിറ്റ് ഹിയർ. നാളെ നമുക്ക് നേരത്തെ പോകാം. അതായത് നാളെ നമുക്ക് നേരത്തെ പുറപ്പെടാം. ലെറ്റ്സ് ലീവ് ഏർലി ടുമോറോ. ലെറ്റ്സ് ലീവ് ഏർലി ടുമോറോ. നീ നാളെ നേരത്തെ വരുമോ? വിൽ യു കം ഏർലി ടുമോറോ. വിൽ യു കം ഏർലി ടുമോറോ. നീ നാളെ നേരത്തെ വരുമോ? ഞാൻ നാളെ നേരത്തെ വരാം. ഐ വിൽ കം ഏർലി ടുമോറോ. സിമ്പിൾ ആണല്ലോ. ഐ വിൽ കം ഏർലി ടുമോറോ. ഞാൻ നാളെ നേരത്തെ വരാം. ഞാൻ നിന്നെ വിളിക്കണോ? ഇങ്ങനെ ചോദിക്കുക. ഞാൻ നിന്നെ വിളിക്കണോ? ഷുഡ് ഐ കോൾ യു. ഷുഡ് ഐ കോൾ യു. ഞാൻ നിന്നെ വിളിക്കണോ? നീ രാവിലെ 7 മണിക്ക് എന്നെ വിളിക്കൂ. നീ രാവിലെ 7 മണിക്ക് എന്നെ വിളിക്കൂ എന്നെങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ ഇന്നത്തെ സെന്റൻസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് വെക്കുക കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ കമന്റ് ആയിട്ട് ചോദിക്കുക. അതുപോലെ തന്നെ വീഡിയോയെ കുറിച്ചിട്ടുള്ള എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് താഴെ കമന്റ് ആയിട്ട് പറയാം കേട്ടോ. ഓക്കെ, നമ്മുടെ പുതിയ ചാനലും കൂടി നിങ്ങളൊന്ന് കാണുക. ഞാൻ ലിങ്ക് ഈ വീഡിയോക്ക് താഴെ കമന്റിൽ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. വെർബുകൾ പഠിക്കുന്ന ക്ലാസ് ആണ്. വെർബുകൾ മസ്റ്റ് ആയിട്ടും പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.